ഞാനിപ്പോൾ പറഞ്ഞ ചേമ്പും ചേനയും, അടുത്തത് ഇഞ്ചിയും മഞ്ഞളുമാണ്. നിർബന്ധമായും വീട്ടിലുണ്ടാവണം. ഇത് ഭക്ഷണത്തിന്റെ കൂടെയുള്ള ഔഷധമാണ്. ഇൻഡൈജഷൻ, ദഹന പ്രക്രിയയിൽ ഇഞ്ചിയോളം പ്രാധാന്യമുള്ള ഒരു സാധനം ഭക്ഷണത്തിലില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും കഴിച്ച് ദഹന പ്രക്രിയ പ്രശ്നമുണ്ടെങ്കിൽ ദയവായി ഉമ്മമാര് അങ്ങാടിയിൽ പോയിട്ട് ഗുളിക തണ്ടല്ലേ, ആദ്യം പോയി വടുക്കോർത്ത് പോയിട്ട് ഒരു മൂടി ഇഞ്ചി പിരിച്ചിട്ട് നല്ല തിരുമ്പി പിഴിഞ്ഞിട്ട് കുട്ടിക്ക് കുടിക്കാൻ കൊടുക്കുക. അത് കൊടുത്തു കഴിഞ്ഞാൽ അവന്റെ ദഹിക്കാത്ത സാധനങ്ങൾ ദഹിച്ചു. വൈദ്യര് പറയുമല്ലോ, ഗോരോചനാദി ഗുളിക കഴിഞ്ഞാൽ ഇഞ്ചി നീറ്റിൽ കൊടുക്കാനാ പറയാം. അതിൻ്റെ അർത്ഥം ഇഞ്ചിക്കാണ് അതിനുള്ള കഴിവ്. ആ മരുന്ന് ഇഞ്ചി എവിടെ? നിങ്ങൾ ഈരോടിൽ നിന്ന് വരുന്ന ഫ്യൂർഡാൻ വെച്ചുണ്ടാക്കി വെള്ളത്തിൽ നിറച്ച്. ഞങ്ങൾ ഈരോട് പോയി ഒരു കുട്ടിയുടെ അഡ്മിഷനിൽ പോയതാ. കൃഷിഫാമിൽ പോയപ്പോൾ അതൊന്നും പറയാണ്ട് ജൈവ കൃഷി ഉണ്ടാവില്ല. കൃഷിഫാമിൽ കാണാൻ വിളിച്ചുകൊണ്ടേ പൂവ പക്ഷേ ഞങ്ങളൊരു കൃഷിക്കാരല്ലേ വരി എന്ന് വാങ്ങിച്ചു. 14 ഏക്കർ സ്ഥലത്ത് ഇഞ്ചിയാ പറിക്കാൻ നിൽക്കുകയാണ് അവർ. അപ്പൊ ഇഞ്ചി കാണാനില്ല, ഇഞ്ചിയൊക്കെ ഉണങ്ങി പോയിക്കണം. അപ്പൊ അവിടെയൊക്കെ വെള്ളം അടിച്ചിട്ടിക്കുക. എന്താ വെള്ളം അടിച്ചിട്ട്? മുട്ടിനൊപ്പം വെള്ള. അപ്പൊ ഞാൻ ചോദിച്ചു, ഈ ഇഞ്ചിക്കാളിൽ എങ്ങനെയാ വെള്ളം അടിച്ചിട്ടാൽ ഇത് കേടുവരില്ലേ? അത് നാളെ പറിക്കാനുള്ള തൂക്കം കൂടാൻ വേണ്ടിയിട്ട് വെള്ളം അടിച്ചിട്ടിക്കുക. നാളെ പറിക്കുകയാണ്, അപ്പൊ തൂക്കം കൊടുക്കുകയാണ്. തൂക്കം കൂടാൻ വേണ്ടി വെള്ളം അടിച്ചിട്ടിക്കുക. ഇഞ്ചി ഇങ്ങനെ എലി ചത്തം നിർത്ത മാതിരിയാവും. ഇവിടെ കൊടുന്ന് വെച്ചാൽ 3-ാമത്തെ ദിവസത്തിന് പീടികയിൽ ചീഞ്ഞിട്ട് കണ്ടില്ലേ നിങ്ങൾ? പൊന്തൻ ഇഞ്ചി കണ്ടില്ലേ? അതും നമ്മുടെ വീട്ടിലെ ഇഞ്ചി കൂടിയിട്ട് കമ്പയർ ചെയ്യാനേ പറ്റില്ല. വീട്ടിലെ മെലിഞ്ഞ ഇഞ്ചി, നീരുള്ള ഇഞ്ചി, അവനാണ് ഇഞ്ചി, അവനാണ് ഔഷധം, അവനാണ് ഭക്ഷണം. എന്നിട്ട് പറഞ്ഞത് കാർബോഫ്യൂറാൻ അവിടെ നിരോധിച്ചിട്ടില്ല. ഇത് മൂട് ചെയ്യൽ രോഗഭാഷേ. അപ്പൊ വെക്കുമ്പോ മണ്ണ് കൂട്ടിയിട്ട് സ്വല്പം ഫ്യൂറിഡാൻ ഇടും. എന്നിട്ട് കുറച്ച് ഫാറ്റബോസ് ഇട്ട് അതിന്റെ മീതിയാ വെക്കുന്നത്. അറിഞ്ഞോണം, ഈ സാധനം വെള്ളടിച്ച് ഇട്ട് 3-ാം ദിവസം പറിക്കുന്നത്. എന്നിട്ട് പൊന്തമായി ഉയർപ്പിച്ച് മാർക്കറ്റാണത്, വ്യവസായം. അവൻ നിങ്ങളുടെ ആരോഗ്യത്തിന് വേണ്ടിയല്ല ഉണ്ടാക്കുന്നത്. നേരത്തെ ടീച്ചറോട് പറഞ്ഞു, അവനതിൽ വ്യവസായം ചെയ്യുന്നു. നിങ്ങളതിന് തല വെച്ച് കൊടുക്കുകയാണെന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങളുടെ വടുക്കോർത്ത് 2 മൂട് ഇഞ്ചി നടറോ? നിങ്ങൾക്ക് ആവശ്യമാകുമ്പോൾ പറിക്കാൻ. ഈ ഇരിക്കുന്ന ആർക്കാണ് അതിന് പറ്റാത്തത്? ഇഞ്ചി നടേണ്ടത് കാർത്തിക ഞാറ്റുവേലയാണ്, മെയ് മാസം. അപ്പോഴാ ഇഞ്ചി മുളച്ചു വരിക. ആ മാസം കാർത്തികയിൽ ഇഞ്ചി നട്ട് കരിമ്പണ കൊണ്ട് പുതപ്പിച്ച് കാഞ്ഞിരത്തിന്റെ തോലിട്ട ഇഞ്ചിക്ക് കിയാമൻ നാൾ വരെ ഒരു മൂടി ഇച്ചിരി വരില്ല. പറഞ്ഞുതരാം. അതിനൊക്കെ ചില വ്യവസ്ഥകൾ. നിങ്ങൾ ഫ്യൂഡാനിട്ട് ഫാറ്റമോസ് ഇട്ടാൽ ഇതിലെ കോശങ്ങൾ വലുതായിരിക്കുക. വെള്ളം കുടിച്ചിട്ടേ ഇതാണ് ചുരുമ്പോ ഇഞ്ചി ചെയ്യും. എന്നിട്ട് മൂടി വീച്ചരാ പറയും. അപ്പൊ നമ്മൾ തെറ്റായ മാർഗങ്ങളിൽ ആചരിച്ചുകൊണ്ട് നമുക്ക് വരുന്ന ദുരന്തങ്ങളെ നമ്മൾ വീണ്ടും വീണ്ടും വലിയ ദുരന്തങ്ങളാക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ആ ദുരന്തങ്ങളിൽ നിന്ന് മറികടക്കാനാണ് ഈ പാത്രങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നത്. വലിയ കൂടുതലൊന്നും മറികടക്കാൻ പറ്റില്ലെങ്കിൽ ഇത്രയെങ്കിലും മറികടക്കാൻ പറ്റും. അപ്പോ ഒരു 4 മൂട് ഇഞ്ചി, 4 മൂട് മഞ്ഞൾ. നീ പറയുന്നത് ശ്രദ്ധിക്കുക, ഇഞ്ചിക്കും മഞ്ഞളിലും 20% സൂര്യപ്രകാശം മതി. അങ്ങനെയാണെങ്കിൽ ഈ അലറിന്റെ ചോട്ടിൽ നട്ടാലും ഇഞ്ചി ഉണ്ടാവും. അത്രയും മതി, വളരെ കുറച്ച്. അതുകൊണ്ട് നമ്മുടെ പൂർവികന്മാര് ഇഞ്ചി മാവിന്റെ ചോട്ടിലും മഞ്ഞൾ പ്ലാവിന്റെ ചോട്ടിലാണ് നടുക. എത്ര വലിയതാണെങ്കിലും അതിൻ്റെ ഉള്ളിൽ കൂടെ അരിച്ചിറങ്ങണ 20-ൽ താഴെയുള്ള ശതമാനം സൂര്യപ്രകാശം മതി. ഇതാണ് കൃഷി അറിവിൽ ഏറ്റവും പ്രധാനം. അവിടെ പുതയിട്ട് നിർത്തണം. അപ്പൊ നിങ്ങളുടെ വീട്ടിലേക്കുള്ള ഒരു 4 മൂട് ഇഞ്ചി ഉണ്ടാക്കുക മനുഷ്യരെ. അതാണ് പറയാനുള്ളത്. ഇത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ നട്ടുപിടിപ്പിക്കേണ്ട ഈ 4 സെന്റിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് പുതക്കിഴങ്ങോ കാവത്തോ നിർബന്ധമായും പിടിപ്പിക്കണം. കാരണം കാവത്ത് കഴിക്കാത്തതുകൊണ്ടാണ് നിങ്ങൾക്ക് ഗർഭപാത്രമായ അസുഖങ്ങൾ ഉണ്ടാവുന്നത്. അല്ലാണ്ട് അത് പടച്ചോ അവിടുന്ന് രോഗം കൊണ്ട് വിതരണം ചെയ്തതല്ല. കാരണം കാവത്തിലുള്ള ഡയാസ്പോറിയ എന്ന് പറയുന്ന ഒരു എൻസൈം ഉണ്ട്. ഇപ്പൊ പറയുന്ന ഡോക്ടർ പറയുന്ന കാര്യമാണ് പറയുന്നത്. ഈ എൻസൈം ശരീരത്തിൽ ചെന്നാലാണ് അത്ര സ്ത്രീകളുടെ ഗർഭപാത്രത്തിന്റെ ചർമ്മത്തിന് കട്ടി കൂടും. തവിടുള്ള അരി കഴിക്കുക, കിഴങ്ങ് വർഗ്ഗങ്ങൾ കഴിക്കുക, ഇത് സ്ത്രീകളുടെ ഭക്ഷണത്തിൽ നിർബന്ധമാണെന്ന് വൈദ്യശാസ്ത്രം പറയുന്നു. നമ്മളെല്ലാ കാലത്തും ഉരുളൻകിഴങ്ങും ഉള്ളിയും തക്കാളിയും മാത്രം കഴിച്ച് കാലാവസ്ഥാ കിഴങ്ങ് ഭക്ഷണത്തെ കുറിച്ച് എന്തറിയാം? അതുകൊണ്ട് നിർബന്ധമായും 2-3 കാവത്ത് വയ്ക്കുക, 4 കിഴങ്ങ് വയ്ക്കുക, 2-4 ചേനയും ചേമ്പും പിടിപ്പിക്കുക. മനുഷ്യരെ ജീവിതത്തിന്റെ ജീവിതം ശരിയാക്കാൻ ഇതല്ലാതെ മാർഗമില്ല എന്നുള്ള സ്നേഹത്തിന്റെ വാമൊഴികളാണ് ഈ പറയുന്നത്. ക്ലാസ്സായിട്ട് നിങ്ങൾ ഇതിനെ കാണരുത്, വെക്കുക. മക്കളോടുള്ള സ്നേഹപ്രഖ്യാപനമാണ്. നിങ്ങൾ കുട്ടിയെ രാത്രിരാവാനും ബ്ലീഡിംഗ് ആയി ഡോക്ടറെ അടുത്ത് പോയാൽ ഡോക്ടർ അടിക്കുന്ന ഒരു ഇഞ്ചക്ഷൻ ഉണ്ട്, പേര് പറഞ്ഞുതരാം, ഡയാസ്ജിൻ. ഒരു ഇഞ്ചക്ഷന്റെ വിലയും പറഞ്ഞാൽ 4000 രൂപ. ഇത് കാവത്തിന്റെ എക്സ്ട്രാക്റ്റ് ആണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റും. അതാണ് സംഭവം. ഭക്ഷണമായി ചെല്ലാതിരുന്നാൽ ഔഷധം ഭക്ഷണമായും വിഷമായും അകത്ത് ചെല്ലേണ്ടി വരും. ഇത് തന്നെയാണ് ദുരന്തം.
അപ്പോൾ അതിനെ ഭക്ഷണത്തെ ശരിയാക്കുക, മക്കളെ ശരിയാക്കാൻ. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞാൽ നിങ്ങൾ ഇപ്പൊ പറഞ്ഞ ക്രോപ്പുകൾ പിടിപ്പിക്കണം. ഇനി ഏറ്റവും സൂര്യപ്രകാശമുള്ള സ്ഥലത്ത് ചീര നടണം. പച്ച ചീരയാണ് ഏറ്റവും നല്ലത്. ചുവപ്പ് ചീരയ്ക്ക് പൊട്ടുരോഗം വരും. 10 മൂട് ചീര നട്ടാൽ നിങ്ങൾക്ക് അല്പം ചാണകപ്പൊടിയും കുറച്ച് ഗോമൂത്രവും തളിക്കാനുണ്ടെങ്കിൽ ആഴ്ചയിൽ 2 തവണ ചീര അരിയാം. ചീര അരിയുമ്പോൾ ശ്രദ്ധിക്കുക, 9 മണിക്ക് മുമ്പേ അരിയണം. അപ്പോഴാണ് ചീരയിൽ ഹോർമോൺ ബാലൻസ് ഉണ്ടാകുന്നത്. പ്രകാശ സംശ്ലേഷണം നടത്താൻ തുടങ്ങിയാൽ ചീരയിലെ ഹോർമോൺ ബാലൻസ് കുറയും, ഭക്ഷണമൂല്യം കുറയും. ആർക്കറിയാം? തമിഴ്നാട്ടിൽ നിന്ന് എന്നോ അരിഞ്ഞു കിട്ടി വരുന്ന ചീര വാങ്ങി ഗർഭിണിക്ക് കൊടുക്കുമ്പോൾ കൊടുക്കുന്നത് ഫ്യൂർഡാനും വിഷം കൂടിയിട്ടാണ്. കുട്ടിക്ക് നല്ല ചീര കൊടുക്കണമെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്. തമിഴ്നാട്ടിൽ നിന്ന് എന്നോ അരിഞ്ഞ സാധനം അവർ കെട്ടിപ്പൊതിഞ്ഞ് തയ്യാറാക്കി കൊടുന്ന് വാങ്ങിക്കൊടുക്കുമ്പോൾ നിങ്ങൾ ഗർഭിണിക്കയുടെ കുട്ടിയെപ്പോലും കേടുവരുത്തുന്ന സംശയമുണ്ട്. അത് മാറാൻ നിങ്ങളുടെ വടുക്കുപുറത്ത് ഒരു 5-8 കൂടെ ചീര പിടിപ്പിക്കുക. ചീരയുടെ നഴ്സറി ചെയ്യുക എന്ന് പറഞ്ഞാൽ ആദ്യം ചട്ടിയിൽ വിത്ത് വാങ്ങി മുളപ്പിച്ച് 10 സെന്റിമീറ്റർ ആകുമ്പോൾ പറിച്ചു വയ്ക്കുക. 2 ചീരകൾ തമ്മിലുള്ള അകലം 30 സെന്റിമീറ്റർ എങ്കിലും വേണം. കൂടുതലായാലും കുഴപ്പമില്ല. ഒരു 10 മൂട് ചീര പിടിപ്പിച്ചാൽ 4-ാം കുടുംബത്തിന് 2 ആഴ്ച കൂടുമ്പോൾ 2 ദിവസം കറി വയ്ക്കാം. അവിടുന്ന് തുടങ്ങണം. ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്, സമയമില്ല. അവസാനമാകുമ്പോൾ വലിയ കാര്യങ്ങൾ പറയാതെ വിടുന്ന ഒരു അവസ്ഥയാണുള്ളത്. രണ്ടാമതായി വെണ്ടയാണ്. വെണ്ട ആണുങ്ങളിൽ ടെസ്റ്റോസ്റ്റിറോൺ, അതായത് ആണുങ്ങളുടെ ഹോർമോൺ, ഈ സാധനത്തിന്റെ ഇംബാലൻസിംഗ് ഉള്ളവര് പച്ച വെണ്ടയ്ക്ക തിന്നാനാണ് സിദ്ധവൈദ്യൻ കൽപ്പിച്ചിരിക്കുന്നത്. പച്ച വെണ്ടയ്ക്ക പൊട്ടിച്ച് അങ്ങാടിയിൽ നിന്ന് വാങ്ങുന്നത് തിന്നാൽ വിവരറിയും. കാരണം അത് അങ്ങനെ തന്നെ കൊണ്ടുവരാം. പച്ചയിട്ട് തിന്നാൽ വലിയ കുഴപ്പമില്ല, നമുക്ക് അങ്ങനെ പോവാം. അപ്പൊ അതുകൊണ്ട് 10 വെണ്ട പിടിപ്പിക്കണോ ഞങ്ങളെ കൊടുക്കാറുണ്ട്. ഇവിടെ ഇപ്പൊ വിത്തിന്റെ കാര്യം പറയാത്ത കാരണം, അല്ലെങ്കിൽ ഞങ്ങൾ ഉണ്ടാക്കുന്ന വിത്ത് കൊണ്ടുവരും. ഞങ്ങള് അനാമിക എന്നൊക്കെയുള്ള വിത്തിന്റെ ആനക്കൊമ്പൻ 37 സെന്റിമീറ്റർ നീട്ടമുണ്ട്. 2 വെണ്ടയ്ക്ക് പിടിച്ചാൽ ഒരു കുടുംബത്തിൽ പെരുന്നാളും ഓണം അപ്പം ആഘോഷിക്കാം. അത്ര അധികം കഷ്ണം ഉണ്ടാവും. മനസ്സിലായില്ലേ? ഒരു വെണ്ട 19 കായ ഉണ്ടാക്കും. ഇതിലാണ് നിൽക്കുന്നതെങ്കിൽ 8 ഉണ്ടാവും. മണിലാണ് നിൽക്കുന്നതെങ്കിൽ 19 കായ ഉണ്ടാവും. 6 കായ കഴിഞ്ഞാൽ തല കണ്ടിച്ചു കൊടുത്താൽ 5 മുകുളം വരും. പക്ഷെ ചോട്ടിൽ ചാണകപ്പൊടിയോ ഒപ്പം ചാരമോ കമ്പോസ്റ്റോ ഇട്ട് കൊടുക്കണം. അടിയിൽ കൊടുത്താലേ മുളക്കിട്ടാവുള്ളൂ. അപ്പൊ 5 മുകുളം വരും. വീണ്ടും അതിൻ്റെ ഉള്ള 8 കായ ഉണ്ടാവും. ഇതൊക്കെ ഞങ്ങളുടെ മണ്ണിലെ പരീക്ഷണങ്ങളാണ് ഈ പറയുന്നത്. അല്ലാതെ ഞങ്ങൾക്ക് വിടുവായത്തം പറയാനൊന്നും നേരമില്ല. സംശയമുള്ളവർ വീട്ടിൽ വരെ ഞങ്ങളുടെ അഡ്രസ്സും ഫോൺ നമ്പറൊക്കെ തന്ന് നിങ്ങളെ സ്നേഹിക്കാൻ വേണ്ടി വന്നവരാണ്. അതിൻ്റെ പിന്നിൽ നിങ്ങൾ വഴുതനയാണ് നടേണ്ടത്. വഴുതന നടേണ്ട കാലം മെയ് മാസത്തിലാണ്. കാർത്തിക ഞാറ്റുവയിൽ വഴുതന നട്ട് കയ്യിലോണ്ട് നനയ്ക്കുക. ദൈവം പറഞ്ഞ സമയം അപ്പോഴാണ്, പ്രകൃതി പറയുന്ന സമയം. അപ്പോഴാണ് നഴ്സറി ചെയ്യേണ്ട സമയം. എന്നിട്ട് പറിച്ചു വെച്ചാൽ ഇടാപ്പാതി പെയ്യുന്നതോടുകൂടി പൊട്ടിത്തഴച്ച് വളരുവാൻ. അപ്പോൾ നിങ്ങൾ കുറച്ച് ചപ്പ് ചവറുകൾ കൂട്ടി മീതെ കുറച്ച് ചാണകം ഇട്ട് ഇപ്പം മണ്ണിട്ട് കൊടുത്താൽ പിന്നെ കായ പൊട്ടിക്കാൻ ചെന്നാൽ മതി. ഇനി പിണ്ണാക്ക് പ്രയോഗമുണ്ട്. ഒരു ലേശം പിണ്ണാക്ക് വാങ്ങി പുളിപ്പിച്ചിട്ട് ചാണകം ഒരു പാത്രത്തിൽ വെക്കുക, പിണ്ണാക്ക് ഒരു പാത്രത്തിൽ വെക്കുക. 24 മണിക്കൂർ കഴിഞ്ഞാൽ ഇത് രണ്ടും കൂടി കൂട്ടിക്കലർത്തി വെച്ച് 48 മണിക്കൂർ കഴിഞ്ഞാൽ അതിൽ നിന്നൊരു കോപ്പ മുക്കിയിട്ട് 10 കോപ്പ വെള്ളവും ചേർത്ത് വഴുതൻ്റെ ചുറ്റുവർ ഒഴിച്ചു കൊടുത്താൽ അവൻ ചില കഥകളൊക്കെ പറയും നിങ്ങളോട്. കായ പൊട്ടിച്ച് മാനം കെടും എന്നർത്ഥം. അതാണ് മൂപ്പർക്ക് അങ്ങനെ ചില ട്രീറ്റ്മെന്റുകളൊക്കെ ഉണ്ട്. അങ്ങനെ ഓരോ ചെടിക്കും ചില സ്വാഭാവികമായി കൊടുക്കാവുന്ന സംരക്ഷണങ്ങളുണ്ട്. ഇവിടെ കീടനാശിനിയൊന്നുമില്ല. ഇവിടെ എല്ലാം ഭക്ഷണത്തിലേക്ക് അങ്ങോട്ട് ചേരുന്ന ഒരു പ്രകൃതിയുടെ വായനയാണ്. അല്ലാണ്ട് തലവേദന വരുമ്പോൾ ഇത് വരട്ടുക, മേൽവേദന വരുമ്പോൾ മറ്റു വരട്ടുക, തൊക്കുവേദന വരുമ്പോൾ വേറൊന്ന് വരട്ടുക. ശരീരം ശരിയായാൽ ഇതൊന്നും ഉണ്ടാവില്ല. ശരിയായ ശരീരത്തിൽ തലയും തൊക്കും കണ്ണും മൂക്കൊക്കെ ചേരുമ്പടി ചേർത്താണ് സൃഷ്ടാവ് വെച്ചിരിക്കുന്നത്. തൊക്കിനെ വേറെ കാണുക, പല്ലിനെ വേറെ കാണുക, മൂക്കിനെ. കാരണം തൊക്കെ കണ്ട് ശരീരത്തെ ഒന്നിച്ചാണ് കാണേണ്ടത്. അപ്പോൾ നിങ്ങളുടെ മണ്ണാണ് ശുദ്ധമാവേണ്ടത്. മണ്ണാണ് ഹൈബ്രിഡ് ആവേണ്ടത്. ഞാൻ ഇപ്പോഴും പ്രഖ്യാപിക്കുന്നു, നിങ്ങളുടെ മണ്ണ് നന്നായാൽ, മണ്ണിലെ സോയിൽ കാർബൺ കൂടിയാൽ നിങ്ങളുടെ പറമ്പിൽ വിളവുകൾ ഉണ്ടാവും. നിങ്ങളെ പട്ടിണിയുള്ള ഒരു വീട്ടിൽ അടച്ചിട്ട് പോന്നാൽ നിങ്ങൾ മെലിയും എന്ന കാര്യത്തിൽ തർക്കമില്ലല്ലോ പൊന്നു മനുഷ്യരെ. മണ്ണിൽ നിന്ന് ഭക്ഷണം സ്വീകരിക്കേണ്ട ചെടിക്ക് മണ്ണിൽ പോഷകങ്ങളില്ലെങ്കിൽ അയാൾ എവിടെ നിന്ന് സ്വീകരിക്കും? ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി 80% അവിടെ നിന്ന് കിട്ടെങ്കിൽ 20% ഇവിടെ നിന്ന് കിട്ടണ്ടേ? 5% പോലും കിട്ടുന്നില്ല. മണ്ണിന് നമ്മൾ എന്താണ് കൊടുക്കുന്നത്? പ്ലാസ്റ്റിക് കുറയോ? നമ്മുടെ വീട്ടിലെ മണ്ണിന് ഇപ്പം എന്താണ് കിട്ടുന്നത്? പണ്ട് കാലത്ത് നമ്മളെ 2 ഇലയെങ്കിലും വലിച്ചെറിഞ്ഞോ മത്സ്യം കൊടുത്തിരുന്ന ഇല, ഇപ്പൊ അതും പ്ലാസ്റ്റിക് ഈശയില. എന്താണ് മണ്ണിന് കിട്ടുന്ന സമ്മാനം? നമ്മുടെ മണ്ണായിരിക്കണം നമ്മുടെ ഏറ്റവും ശ്രദ്ധാകേന്ദ്രം. എന്ത് ചപ്പ് ചവറുകളും നമ്മുടെ മണ്ണിലിടുക. അവ മണ്ണോട് ചേരാൻ വേണ്ടി നിങ്ങൾക്ക് ഡീകമ്പോസിങ് ഏജന്റ് ആയിട്ടുള്ള ഏത് ചാണകപ്പൊടിയോ കോഴിവളമോ എന്തെങ്കിലും അതിന്റെ മീതെ ഇടുക. മണ്ണിൽ ചേരട്ടെ, സൂക്ഷ്മജീവികൾ വളരട്ടെ, മണ്ണ് നിറം മാറട്ടെ. അങ്ങനെ ആകുമ്പോൾ എന്തും നിങ്ങളുടെ മണ്ണിലുണ്ടാവും. ശക്തമായ മണ്ണാണെങ്കിൽ ഒരു കീടവും വരില്ല.
കാരണം ഞാൻ പറയുന്നത് ആരോഗ്യശാസ്ത്രത്തിന്റെ മറ്റൊരു ഭാഗമാണ്. നല്ല ആരോഗ്യ ദൃഢഗാത്രരായ ഒരു മനുഷ്യൻ കൃത്യമായ ഭക്ഷണം വ്യായാമം ഉള്ളവനാണെങ്കിൽ അവന് മര്യാദപ്പെട്ട രോഗങ്ങളൊന്നും വരില്ല. കാരണം അതിനൊക്കെ റെസിസ്റ്റ് ചെയ്യാനുള്ള സിസ്റ്റം അവനിലുണ്ട്, പടച്ചോൻ കൊടുത്തിട്ടുണ്ട്. ആ സിസ്റ്റത്തെ നിലനിർത്തുകയാണ് അവൻ. അറിയണം നിങ്ങൾ. അല്ലാതെ നിങ്ങളെ 4 ഭാഗത്തും കുത്തിവെച്ച് നിർത്താമെന്ന് പറഞ്ഞാൽ ആ കുത്തിവെച്ച് തന്നെ ഉണ്ടാവുള്ളൂ, ബാക്കിയൊന്നും ഉണ്ടാവില്ല. മനസ്സിലായില്ലേ? കുത്തിവെക്കുന്നതിന് മുമ്പ് വേണ്ടത് നല്ല ഭക്ഷണം കൊടുത്ത് ഊർജ്ജവത്തായ കാലത്തിനനുസരിച്ച് അവനെ ശരീരത്തിനെ മനസ്സിനെ പാകപ്പെടുത്തുകയാണ്. നല്ല ശരീരത്തിനെ നല്ല മനസ്സുണ്ടാവുള്ളൂ. നമ്മുടെ കുട്ടികൾ മാറി ചിന്തിക്കാനുള്ള കാരണം അവർക്ക് നല്ല ഭക്ഷണം ഇല്ലാത്തതുകൊണ്ട് മനസ്സ് മാറിപ്പോകുന്നു എന്നുള്ളതും കൂടി യാഥാർത്ഥ്യമാണ്. ആർക്കും ഇതിനെ നിഷേധിക്കാനൊന്നും കഴിയില്ല. അപ്പോൾ വരിക വീണ്ടും ഇനി നമുക്ക് ഇതിന്റെ പിന്നിൽ കയ്പം പിടിപ്പിക്കണം. ഞാൻ നേരത്തെ പറഞ്ഞത് മുമ്പിൽ ചീര, രണ്ടാമത് വെണ്ട, പിന്നെ വഴുതന, അതിന്റെ പിന്നിൽ പയറാണ് പിടിപ്പിക്കേണ്ടത്. വൈജയന്തി, ലോല മുതലായിട്ടുള്ള പയറുണ്ട്. 40 സെന്റിമീറ്ററോളം നീളം വരും. 4 പയർ പൊട്ടിച്ചാൽ 4 ആൾ കുടുംബത്തിന് ഒരു നേരത്തെ ഉപ്പേരി ഉണ്ടാക്കാം. പയറുപ്പേരിയുടെ രുചി അറിയണമെങ്കിൽ അത് കഴിക്കണം. മാർക്കറ്റ് വാങ്ങി കഴിയുന്ന പയറിന്റെ രുചിയും നിങ്ങളുടെ വീട്ടിലുണ്ടാക്കിയ പയറിന്റെ രുചി ഒന്ന് അറിയണം. നിങ്ങൾ രസഗുളങ്ങൾക്ക് ആ രുചി പോലും അറിയാതിരിക്കാൻ ആയിരിക്കുന്നു. അത്രമേൽ നമ്മൾ ഭക്ഷണത്തിൽ നിന്ന് ഒളിച്ചോടിയിരിക്കുന്നു. ഇനി പയറിന്റെ പ്രത്യേകത ഇല കഴിക്കാൻ പറ്റുന്ന സാധനമാണ്. സൂര്യപ്രകാശം വേണ്ടത്ര ലഭിച്ചാലേ പയറിന് കായ ഉണ്ടാവുള്ളൂ. പുതിയ പയറുകൾക്ക് ഉള്ള പ്രത്യേകത എന്താ വെച്ചാൽ വിളവെടുപ്പ് കാലം കൂടുതലാണ്. മഞ്ചേരി ലോക്കലൊക്കെ പഴയ പയറാണ്. അതിന്റെ വിളവെടുപ്പ് കാലം 3 മാസമാണ്. 48 മുതൽ 60 ദിവസം വരെ പൂവിടാൻ. പക്ഷേ അത് കഴിഞ്ഞാൽ 3 മാസക്കാലം കായ പൊട്ടിക്കാം. നിങ്ങൾ അങ്ങാടിയിലെ പയർ വാങ്ങിയാലും വിതച്ചാൽ ഉണ്ടാവും, ഇത്ര പോലെ കായ ഉണ്ടാവുള്ളൂ. ഫൈബർ കൂടുതലാണ്, അതും പറയാം. പക്ഷേ അത് 48-50 ദിവസം കഴിയുമ്പോഴത്തേന് പയർ കായ്ച്ച് അവസാനിക്കും. 34 ദിവസം കഴിയുമ്പോൾ പൂവിടും. 60 ദിവസം കഴിയുമ്പോൾ പയർ ഉണങ്ങിപ്പോവും. പക്ഷെ മറ്റതൊക്കെ 3 മാസക്കാലം നമുക്ക് പൊട്ടിക്കാം. ഒരു വർഷത്തിൽ 2-3 തവണ പയർ ചെയ്താൽ ഇലയും പയറും നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും. മനുഷ്യന് 10-20 മണി പട്ടാം ഒരു ചാല് കയറുക. 15 സെന്റിമീറ്റർ ആഴത്തിലൊരു ചാല് കയറി 30 സെന്റിമീറ്റർ വിട്ട് ഓരോ മണി ഇടുക. മണി ഇടുന്നിടത്ത് ലേശം ചാണകപ്പൊടി എന്തെങ്കിലും ഇട്ട് കൊടുക്കണം. എന്നിട്ട് ഈർപ്പമുണ്ടെങ്കിൽ കുഴപ്പമില്ല, അല്ലെങ്കിൽ നനച്ച് വെച്ച വിത്ത് 3-ാം ദിവസം മുള വരുമ്പോൾ നടുക. വേനൽക്കാലമാണെങ്കിൽ നനയ്ക്കണം, വർഷക്കാലത്ത് ഇങ്ങോട്ട് ഒരു ഇടപെടലും വേണ്ട. 9-ാം ദിവസം ഈ പയറിന് കുറച്ച് ചാണകപ്പൊടിയോ ചാരമോ ഒരു കൈക്കൂടന്ന് ഇട്ട് മണ്ണിടണം. വീണ്ടും 18-ാം ദിവസം പയർ 4 ഇല വിരിയുമ്പോൾ 5 ഇല വിരിയുമ്പോൾ പയറിന്റെ വള്ളി ഇങ്ങനെ രൂപം കൊള്ളും. അപ്പോൾ ചുറ്റുഭാഗം നല്ല പശമ ചെയ്ത് എത്രണ്ട് പശമ ചെയ്ത് കൊടുത്തു അത്രയും കാലം കായ ഉണ്ടാവും, അത്രയും മുഴുപ്പുള്ള കായ ഉണ്ടാവും. ഇതാണ് ഇതിന്റെ ശാസ്ത്രം. ഗ്രോബാഗിൽ ചെയ്യുകയാണെങ്കിൽ അങ്ങനെ ചെയ്യാം, മണ്ണിൽ ചെയ്യുകയാണെങ്കിൽ അങ്ങനെ ചെയ്യാം. ഗ്രോബാഗ് ചെയ്താൽ വളർച്ചയ്ക്ക് ചില പരിമിതികളുണ്ട്. ഗ്രോബാഗ് മണ്ണ് സൗകര്യം ഇല്ലാത്തവർ ഗ്രോബാഗിൽ ചെയ്യാം, അല്ലെങ്കിൽ ഗ്രോബാഗ് ഒരു ഭാഗത്ത് വയ്ക്കാം, മണ്ണിൽ വേറെ ചെയ്യാം. രണ്ടും കൂടി നിങ്ങൾക്ക് തന്നെ ചെയ്യാവുന്നതാണ്. ഇതിനൊക്കെ ഒരു ദിവസത്തിൽ 1 മണിക്കൂർ കൂടുതൽ ആരും മെനക്കെടുത്തിട്ടുണ്ട്. നിങ്ങൾ കലക്ടർ ആണെങ്കിൽ പോലും ഓഫീസിൽ പോകേണ്ട സമയത്ത് പോയിക്കോണം. കാലത്ത് 6 മണിക്ക് എണീറ്റ് 7 മണി വരെ ചെയ്യാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾ റോഡിൽ വെറുതെ ഉരച്ചു തോർക്കുന്ന ഊർജം മതി. എൻ്റെ വീട് നിൽക്കുന്ന നീലിയാടാണ്. ആ ഒരു ചെറിയ റോട്ടിലൂടെ കഴിഞ്ഞ ദിവസം ശ്രദ്ധിച്ചപ്പോൾ 78 പേരാണ് ഓടുന്നത്. രാവിലെ പുലർച്ചെ എണീറ്റ് ഓടുക. എന്താ ഓടുന്നത് വെച്ചാൽ, ഒരാളോട് ചോദിച്ചു കൊളസ്ട്രോൾ കൂടുതലാണ്, വളരെ കൂടുതലാണ്. നാരായണൻ പറഞ്ഞ് 3 കിലോമീറ്റർ ഓടാൻ. നാരായണൻ പറഞ്ഞ ഇവിടുത്തെ ഡോക്ടർ. അപ്പോൾ ഡോക്ടറാണ് മൂപ്പരെ ഓടിക്കണം. ഓർഡറാ എണീറ്റിട്ട് രാവിലെ എണീറ്റ് ഡോക്ടറാ ഓടാൻ പറയണേ. എടോ മനുഷ്യ, ആ നീറ്റിട്ട് ആ വടക്കോർത്ത് പോയിട്ടൊരു ചേമ്പൻ തൈ നടടോ. അത് ചേമ്പന്താളായി, ചേമ്പൻ തണ്ടായി, ചേമ്പൻ മൂക്കായി, ഭക്ഷണമായി നിന്റെ വടക്കോർത്തേക്ക് വരും. നീ റോട്ടിലൂടെ ഓടി എന്ത് ചുക്കാണ് നിനക്ക് കിട്ടുക? ഇതാണ് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ ഒരു തരം ഭ്രാന്ത് പിടിച്ച ആളുകളെ മാതിരി എപ്പോൾ പെരുമാറുന്നത്. ഈ വേണ്ട കാര്യം ചെയ്യാതെ റോട്ടിൽ കൂടെ ഓടിയിട്ട് ബഹളം വെക്കലാണ് നമ്മുടെ. അങ്ങനെ കുറെ വേണ്ടാത്ത കാര്യങ്ങൾ എന്തൊക്കെ ശരീരത്തിൽ വെച്ച് കെട്ടാം എന്നുള്ളതാണ് നമ്മൾ ആലോചിക്കുന്നത്. രാവിലെ നീറ്റാൽ മുതൽ തുടങ്ങുന്ന കാര്യമാണ്. അതിൽ നിന്ന് മാറി ചിന്തിക്കലാണ് നമ്മുടെ ഈ കൂട്ടായ്മ. അപ്പം നിങ്ങൾ രാവിലെ എഴുന്നേറ്റ് 1 മണിക്കൂർ നേരം നിങ്ങൾ പ്രാർത്ഥനയും മറ്റും കഴിഞ്ഞ് ഒരു നല്ല കാപ്പി ഉണ്ടാക്കി കൊടുക്കുക ഭർത്താവിന്. എന്നിട്ട് തലേസം കുത്തിട്ട പയറ് മുളച്ചിക്കണോ എന്ന് നോക്കാൻ പറയാം. അങ്ങനെയാണെങ്കിൽ ആ വീട്ടിൽ ഒരു സൗഹൃദത്തിൻ്റെ, സ്നേഹത്തിൻ്റെ, ഭക്ഷണത്തിൻ്റെ, സംസ്കാരത്തിൻ്റെ വേറൊരു രംഗമുണ്ടാകും. പ്രാർത്ഥനയിലൂടെ നിങ്ങൾക്ക് കിട്ടിയ ഊർജം എന്തോ അത് മണ്ണിലൂടെ നാളെ ഭക്ഷണമായിട്ട് നിങ്ങളുടെ തിരിച്ചു വരും. അറിഞ്ഞുകൊള്ളുക, മലയാളിയുടെ മരണത്തിൻ്റെ 6ാമത്തെ കാരണം വ്യായാമക്കുറവാണ്. മരണത്തിൻ്റെ രോഗങ്ങളുടെ പ്രധാന കാരണങ്ങളിൽ 6ാമൻ വ്യായാമക്കുറവാണ്. വ്യായാമമില്ല. ദുർമേധസ്സുള്ള ഭക്ഷണം അടിച്ചു മാറി വ്യായാമമില്ലാതിരിക്കുന്ന ഏറ്റവും വലിയ സമൂഹമായി മലയാളി മാറിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ ശരാശരി 1000-ൽ 108 പേർ ആശുപത്രി പോകുമ്പോൾ നമ്മൾ
വലിയ വീടുകളിൽ പാർക്കുന്ന നമ്മൾ 338 പേരാണ് ആസ്പത്രിയിൽ പോകുന്നത്. മനസ്സിലാക്കണം, ഇന്ത്യയിൽ കാലഖണ്ഡി ഒറീസയിൽ 20 റുപ്യ ഒരാളുടെ വരുമാനം. അതുകൊണ്ട് അവൻ 500 റുപ്യക്ക് പണിക്ക് വേണം വന്നിട്ട് രാവും പകലും പേർന്നത്. ഒരു ദിവസത്തെ വരുമാനം ഒരു 100 റുപ്യാണ് അവിടുത്തെ കൂലി പരമാവധി. അതുകൊണ്ട് അവൻ 500 കിട്ടിയ സ്വർഗ. അവൻ പോലും 1000 ആളുകളിൽ വെറും 90 ആളിൽ താഴെ ആസ്പത്രിയിൽ പോകുന്നുള്ളൂ. നമ്മൾ ആരോഗ്യമുണ്ട് എന്ന് ഗർവിച്ച് അവനെ കൊണ്ട് പണിയെടുത്ത് കരയിൽ നിൽക്കുന്ന നമ്മൾ 1338 ആൾ ആസ്പത്രിയിലാണ്. ഇതാണ് നമ്മുടെ വ്യവസ്ഥ. ഇതെങ്ങനെ വന്നു ചോദിച്ചാൽ ആഹാരം, വ്യായാമം, ആരോഗ്യം, ആനന്ദം, ഈ 4 സംഭവങ്ങളുടെ കൂടിച്ചേരലാണ് പൊന്നു മനുഷ്യരെ കൃഷി. അത് ഓർത്തുകൊള്ളുക. അതുകൊണ്ടാണ് നബി തിരുമേനി പറഞ്ഞത്, മനുഷ്യ നീ ലോകം അവസാനിക്കുമെന്ന് അറിഞ്ഞാലും അവസാനത്തെ അവസാനിക്കാണ്, ഞാൻ ഇനി ഒന്നുമില്ല അവസാനിക്കാം എന്നറിഞ്ഞാലും എൻ്റെ കയ്യിലുള്ള മരത്തൈ നട്ട ശേഷമേ നീ വേറെന്തിനെ കുറിച്ച് ചിന്തിക്കാവൂ. നമ്മുടെ മഹാന്മാര് പറഞ്ഞ വചനങ്ങളൊക്കെ 4 മടക്കാക്കി പോക്കറ്റിലിട്ട് നടക്കുക. അപ്പം നമ്മൾ ആവശ്യമുള്ളപ്പോൾ എടുത്ത് മാത്രം പ്രയോഗിക്കാൻ ജീവിതത്തിൽ ഇത് ഇല്ലാതാവുകയാണ്. നമ്മുടെ ആത്മീയത വെള്ളത്തെയും മണ്ണിനെയും മക്കളെയും കേടുവരുത്തുന്ന എന്ത് ആത്മീയതയാണ് ഈ ഭൂമിയിൽ നിലനിൽക്കുന്നത്? ദൈവത്തെ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥനാ നിർഭരമായ പ്രവൃത്തികൾ ചെയ്യാനും നമുക്ക് ഇതില്ലേ. മറ്റ് ചരാചരങ്ങളെ കൊന്നൊടുക്കലാണോ നമ്മുടെ ആത്മീയത? ആരാണ് നമുക്ക് അതിനുള്ള അവകാശം തന്നത്? ഈ ലോകത്തുള്ള എല്ലാ ജീവികളെയും കൊന്നൊടുക്കാനുള്ള മരുന്നടിക്കാനുള്ള അവകാശം സൃഷ്ടാവ് തന്നിട്ടുണ്ടോ? നിങ്ങളുടെ ഭക്ഷണത്തിന് വേണ്ടി നിങ്ങൾ ആരെങ്കിലും കൊല്ലുന്നെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം. മറ്റെല്ലാ കീടജാതികളെയും കൊന്നൊടുക്കാനുള്ള സർട്ടിഫിക്കറ്റ് ഏത് ദൈവമാണ് തന്നത്? ഏത് മതഗ്രന്ഥമാണ് തന്നത്? ഹിന്ദുവിൻ്റെയോ മുസൽമാന്റെയോ ക്രിസ്ത്യാനിയുടെ ഏതെങ്കിലും മതഗ്രന്ഥത്തിലോ പറയുന്നുണ്ടോ? നമുക്ക് എത്ര സുഖമുണ്ടായാലാണ് കൊടുക്കുക? നമുക്ക് എന്താ സുഖത്തിന്റെ പർവ്വതാനികൾ കൂടിക്കൂടി വരികയല്ലേ? പക്ഷേ നമ്മൾ സുഖം അനുഭവിക്കുമ്പോൾ മറ്റ് സൃഷ്ടാവ് സൃഷ്ടിച്ച പടപ്പുകളുടെ കാര്യത്തെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? അങ്ങനെയാണെങ്കിൽ അതും കൂടി ചിന്തിക്കാൻ നമുക്ക് ബാധ്യസ്ഥയല്ലേ നമ്മുടെ ആത്മീയതയിൽ? ആ ഒരു കാഴ്ചപ്പാടിൽ കൂടി നിങ്ങൾ കൃഷി ചെയ്യാൻ ബാധ്യസ്ഥരാണ് ഒരു മനുഷ്യനെ. മനുഷ്യ നീ മണ്ണാകുന്നു. മണ്ണിൽ നിന്നാണ് വന്നത്, പഞ്ചഭൂതങ്ങളിൽ നിന്നാണ് നമ്മൾ വന്നത്, അവസാനം മണ്ണിലേക്കാണ് പോകുന്നത്. അതിൻ്റെ ഇടയ്ക്കുള്ള ജീവിതം ചിട്ടപ്പെടുത്തിയ സൃഷ്ടാവ് മണ്ണിൽ തന്നെയാണ്. ആദമനും അവയ്ക്കും തോട്ടം ഉണ്ടാക്കി കൊടുത്തത് ഞാനോ നിങ്ങളല്ല. അവിടുത്തെ കായ്കൾ പഴങ്ങൾ പൊട്ടിച്ചത് ഞാൻ പറഞ്ഞതും സൃഷ്ടാവാണ്. അവിടെ അതിനുള്ള ചുറ്റുപാട് ഒരുക്കി കൊടുത്തു. നീ നിന്റെ കൈകൾ കൊണ്ട് പ്രവർത്തിച്ച് ഭക്ഷണം പുറത്തെടുത്തുകൊള്ളുക. ഇതൊന്ന് മാറി നിൽക്കാൻ ഏത് വിശ്വാസിക്കാണ് കഴിയുക? പ്രാർത്ഥന പ്രവർത്തനമല്ലേ? നിങ്ങളുടെ കുട്ടിക്ക് മാതൃകയാവേണ്ടത് ഞാനാണോ? എൻ്റെ മകന് മാതൃകയാവേണ്ടത് ഞാനല്ലേ? ഞാൻ വൈകുന്നേരം 200 ml വെള്ളം കുടിച്ചിട്ട് വീട്ടിൽ വരികയാണെങ്കിൽ എൻ്റെ മകൻ മദ്യപാനി ആവരുതെന്ന് പറയാൻ എനിക്ക് അവകാശമുണ്ടോ? ധാർമ്മികമായിട്ട് ഉണ്ടോ മനുഷ്യരെ? അപ്പൊ ഞാനല്ലേ മാതൃകയായി മാറേണ്ടത്? ഞാൻ കാലത്ത് എഴുന്നേൽക്കാതെ എൻ്റെ മകനോട് 5 മണിക്ക് എണീറ്റ് പഠിക്കണം എന്ന് പറയാൻ എന്ത് ധാർമ്മിക അവകാശമാണ് എനിക്ക്? നിങ്ങൾ ക്യാരി ബാഗുകൾ കൊണ്ടുപോയിട്ട് നിങ്ങളുടെ വീടിന്റെ മനസ്സിന്റെ സ്നേഹത്തിന്റെ തീരത്തൊരു പച്ചപ്പുണ്ടാവണം. ആ പച്ചപ്പാണത്. അത് നിതാന്തമായി തുടരണം. ഇവരുടെ വെളിച്ചം പദ്ധതി കാരണം അതിന് തുടക്കം കുറിക്കട്ടെ. അരിയെ കുറിച്ച് കൂടി പറഞ്ഞിട്ട് ഞാൻ നിർത്തുകയാണ്. നമ്മൾ ഇടക്കാലത്ത് മറന്നുപോയ സാധനമാണ് അരി. നെൽവയലുകൾ തൂർത്ത് വലിയ വിലയ്ക്ക് വിറ്റു, സമ്മതിച്ചു. ഇനി ബാക്കിയുള്ളെങ്കിലും തൂർക്കാതിരുന്നാൽ മാത്രമേ പൂർണ്ണമായിട്ടും ആരോഗ്യത്തോടുകൂടി ജീവിക്കാൻ കഴിയുള്ളൂ. ഈ കാണുന്ന അരിയിൽ 35% സ്റ്റാർച്ച് ഉണ്ട് പൊന്നു മനുഷ്യരെ. ഏറ്റവും കൂടുതൽ കാർബോഹൈഡ്രേറ്റ് അഥവാ സ്റ്റാർച്ച് ഉള്ള സാധനമാണ്. ഈ സ്റ്റാർച്ചിനെ നിയന്ത്രിക്കുന്ന ഘടകമാണ് അത്തരത്തിൽ തവിടിലുള്ളത്. 70 ആന്റി ഓക്സിഡൻസ്, സലേനിയം, മഗ്നീഷ്യം, ഫൈബർ, ഫാറ്റി ആസിഡ്, ഇത്രയും സാധനങ്ങൾ ദൈവം ഇതിന്റെ വീതം ഒളിപ്പിച്ചിരിക്കുന്നു. കാരണം ഇതിലുള്ള സ്റ്റാർച്ചിനെ സ്വയം നിയന്ത്രിക്കപ്പെടാൻ. അതായത് കഴിക്കുന്ന ജീവിക്ക് ഇതുകൊണ്ട് കുഴപ്പമുണ്ടാവരുത്. അതുകൊണ്ട് ഒരു കിളിയും നെല്ല് നിന്നിട്ട് എന്താ ഒരു ഡയബറ്റിക് വന്നിട്ടില്ല. വന്നത് മനുഷ്യന് മാത്രമാണ്. കാരണം ഇതിന്റെ തവിട് മുഴുവൻ മില്ലിങ്, ഷില്ലിങ് ആൻഡ് പോളിഷിങ്. മില്ലിയ പറഞ്ഞാൽ തൊലി പൊളിക്കും, ഷില്ലിയ പറഞ്ഞാൽ അടിച്ചിട്ട് അതിന്റെ എല്ലാം കളയും, ചില്ല് കണ്ണാടിച്ചിട്ട്. പിന്നെ ആർക്കാണ് നിറം ഏതാ വേണ്ടി നോക്കിയിട്ട് പോളിഷ് ചെയ്ത് തരും. ആ പോളിഷ് ചെയ്തതിന് നമ്മുടെ മലയാളികൾക്ക് മഞ്ഞാണ് ഇഷ്ടം. അപ്പോൾ ബോയ് പൗഡറും സിൽക്കി പോളിഷും കുറച്ച് ഫെവിക്കോളും കൂടി അടിച്ച് ഇത് കവർ ചെയ്ത് മഞ്ഞയാക്കി തരും. അല്ലാണ്ട് നിങ്ങൾ അരി എഴുതുമ്പോൾ കാണുന്നത് മഞ്ഞത്തവിടാണോ? ഏതെങ്കിലും നെല്ലിന് മഞ്ഞത്തവിടുകളായിട്ട് ഓർമ്മ ഉണ്ടെങ്കിൽ ആ നെല്ലിന്റെ പേരെന്ന് പറഞ്ഞാൽ കേൾക്കാൻ രസമുണ്ട്. ഉണ്ടോ മഞ്ഞത്തവിട് ഏതെങ്കിലും പേര്? ഇത് മഞ്ഞ നിറം കൊടുക്കുകയാണ്. ഈ മഞ്ഞ നിറം എന്തൊക്കെയാണെന്നാണ് ഇപ്പൊ ഈ കെമിക്കലിന്റെ പേര്. ഈ സാധനം പുഴുങ്ങി ചേർക്കുമ്പോൾ 5% അമോണിയ ചേർക്കും.
4 ടൈം രാസവളം, 4 ടൈം കീടനാശിനി, 100 ദിവസം മൂപ്പുള്ള നെല്ലിന്റെ സിസ്റ്റമായി പറയണം. ഞാൻ ഒരു കർഷകൻ പറയുന്നത് എഴുതി വെച്ചായി വായിക്കണം. കള്ളക്കുറിച്ചിയിൽ വൈദ്യലിംഗം എന്ന് പറഞ്ഞ കർഷകൻ 150 ഏക്കർ കൃഷി ചെയ്യാണ് നെല്ല് വിൽക്കാൻ വേണ്ടി. അവന്റെ കോമ്പിനേഷനാണ് പറഞ്ഞത് 4 ടൈം രാസവളം, 4 ടൈം കീടനാശിനി കൊടുക്കും. ഞങ്ങളെ ഇടയിൽ കയറി ഞങ്ങൾ 5 ആളുണ്ടായിരുന്നു ചോദിച്ചു കീടനാശിനി എന്തിനാ മനസ്സിലായില്ല. ഞങ്ങൾ സയൻസ് പഠിപ്പിക്കുക. അവൻ പറഞ്ഞത് രാസവളം ഇട്ടാൽ സാർ റമ്പം ഗ്രോത്ത്, നല്ല വളർച്ച വരും, അപ്പൊ പെട്ടെന്ന് പൊട്ടിത്തഴയ്ക്കും, അപ്പൊ പെട്ടെന്ന് കീടങ്ങൾ വരും. നമ്മളതിന് വെയിറ്റ് ചെയ്യില്ല, കാരണം നമ്മുടെ ബിസിനസ് തകരാറാവും. അപ്പൊ ഇന്ന് രാസവളം പോടിയാൽ 4-ാം ദിവസം നമ്മൾ കീടനാശിനി കൂടും. അങ്ങനെ 4 ടൈംസ് രാസവളം, 4 ടൈംസ് കീടനാശിനി. അത് നെല്ല് 90-ാം ദിവസം കൊയ്യണമെങ്കിൽ 55-60-ാം ദിവസം കതിരാവണം. ആ കതിരാവണേൻ്റെ ഉള്ളിൽ കൊടുക്കും 4 വർഷം. അപ്പോൾ 60 ദിവസത്തിൻ്റെ ഉള്ളിൽ 4 പ്രാവശ്യം രാസവളം പറഞ്ഞാൽ 15 ദിവസം കൂടുമ്പോൾ കൊടുക്കും. ഈ സാധനം നെല്ലിൽ കൊടുന്നാൽ 5% അമോണി ചേർത്താണ് അത്ര ഇത് പുഴുങ്ങുന്നത്, പൊടിയാതിരിക്കാൻ, പൊട്ടാതിരിക്കാൻ, പുഴു വരാതിരിക്കാൻ. ഇനി അതിൻ്റെ തവിട് മുഴുവൻ അടിച്ചു കളഞ്ഞ് മില്ലിങ്, ഷില്ലിങ്, പോളിഷിങ് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് മഞ്ഞ നിറത്തിലാക്കി തരികയാണ്. ഇതാണ് സംഭവം. ഇത് ഭക്ഷിച്ചാൽ കുടലിന് അസുഖം വരാതിരിക്കാൻ കഴിയില്ല. നമുക്ക് കഴിയുമെങ്കിൽ 30 സെന്റ് സ്ഥലത്ത് കൃഷി ചെയ്താൽ 4 ആൾ കുടുംബത്തിന് വേണ്ട നെല്ലരി ഉണ്ടാക്കാം. ഒരാൾക്ക് ഒരു വർഷം 80 കിലോ അരിയെ വേണ്ടു. ആർക്കെല്ലാം സംശയത്തെ കുറിച്ച് വെച്ചു. ആ അരി ഇങ്ങനെ കെമിക്കലി ട്രീറ്റഡ് ആണെങ്കിൽ, നമ്മുടെ നിലം ഇങ്ങനെ ഒഴിവെടുക്കുകയാണെങ്കിൽ നമുക്കതൊന്ന് പൂരിപ്പിക്കണം. അതുകൊണ്ട് ഞങ്ങൾ പറയുന്നു, നിങ്ങൾ അഡ്രസ്സ് തരികയാണെങ്കിൽ, ഇപ്പൊ ഞങ്ങൾ മുടവന്നൂരിൽ കറ്റ എന്ന് പറഞ്ഞൊരു കൂട്ടായ്മ ഉണ്ടാക്കി 10 ഏക്കർ സ്ഥലം മാതൃകയായിട്ട് ജൈവ കൃഷി ചെയ്യാം. ഞങ്ങൾക്ക് വേണ്ടിയിട്ടല്ല, കാണാം, ആർക്കും വന്ന് പഠിക്കാം, വിത്തുകൾ വേണോ തരാം. അവിടെ നവംബർ 21 ഒരു കേരള സംസ്ഥാനത്തിന്റെ ഒരു വലിയ കൂട്ടായ്മ ഉണ്ടാക്കണം. വയലിലക്ഷി തൃത്താലേന്ന് 3 കിലോമീറ്റർ ഉണ്ട്. അപ്പൊ അത്തരത്തിൽ ചിന്തിക്കുന്നവർക്ക് എല്ലാ സഹായങ്ങളും ചെയ്യാൻ തയ്യാറാണ്. ഇത്തരം കൂട്ടായ്മയുടെ ശക്തി കൂടി അതിനെ ആവാഹിച്ചെടുത്ത് ആരോഗ്യമുള്ള ഒരു സമൂഹം ഉണ്ടാവട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി ഇവിടെ ഇതിന് അവസരം തന്ന കുറേ കാര്യങ്ങൾ പറയേണ്ടതുണ്ട്. പറയാൻ സമയം ഇനി അനുവദിക്കുന്നില്ല. നിങ്ങളുടെയൊക്കെ മുഖത്ത് നോക്കുമ്പോൾ ഒരു ധൃതിയുടെ രൂപം എനിക്ക് കാണുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറയാനും, ഇത്രയും പറയാൻ പറ്റിയുള്ളതെന്ന് സങ്കടമുണ്ട്. പറയാനും നിങ്ങളെ കാണാനും കഴിഞ്ഞതിലുള്ള സ്നേഹം അറിയിച്ചുകൊണ്ട് എൻ്റെ നമ്പറൊന്ന് പറയാം, വേണമെങ്കിൽ കുറിച്ചെടുക്കാം. നിങ്ങളുടെ കൂട്ടായ്മയ്ക്ക് എന്തെങ്കിലും സഹായം ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യാം. പിന്നെ ഇതുമായി ബന്ധപ്പെട്ട 2-3 പുസ്തകങ്ങൾ, കലപ്പ, മണ്ണറിവ്, വയലറിവ്, തികച്ചും ഒരു കൃഷിക്കാരൻ്റെ ലെവലിൽ നിന്നുകൊണ്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാമെന്നുള്ളത് ആലോചിച്ചുറച്ച് ഇത്തരം ഒരു ആവശ്യത്തിന് വേണ്ടി എഴുതിയിട്ടുള്ള പുസ്തകങ്ങളാണ്. അതിൻ്റെ ഒരു 5-6 കോപ്പികളുണ്ട്. താല്പര്യമുള്ളവർക്ക് വേണമെങ്കിൽ വില തന്നാൽ അത് തരുന്നതാണ്. യെസ്, 81 29 00 14 49. ഒന്നുകൂടി പറയാം, 81 29 00 14 49. ചന്ദ്രമാഷ് പേര്. വൈകുന്നേരം 8 മണിക്ക് ശേഷം വിളിക്കുക. അതുവരെ ഞങ്ങൾ പാടത്തും പറമ്പിലൊക്കെ ആവും. അപ്പോൾ ഫോണൊന്നും ഒപ്പുണ്ടാവില്ല. ഈ മനുഷ്യൻ നമ്പർ ഒന്ന് വിളിച്ചാൽ എടുക്കണമില്ല എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ശപിക്കണ്ട. 8 മണിക്ക് ശേഷം നിങ്ങൾ വിളിച്ചാൽ എടുത്തിരിക്കും. എന്ത് പ്രശ്നമാണെങ്കിലും അതിന് പരിഹാരം കണ്ടെത്തി പറഞ്ഞിരിക്കും. യെസ്. വെളിച്ചം വിളിയും കൊടും. ഓരോ വീട്ടിലും അടുക്കളത്തോട്ടം, മാറഞ്ചേരി വെളിയങ്കോട് ഫേസ്ബുക്ക് കൂട്ടായ്മയും ഇവിടം കൊണ്ട് ഇത് അവസാനിപ്പിക്കുന്നില്ല. ഇവിടെ രജിസ്റ്റർ ചെയ്ത ഓരോ വീട്ടിലും വിത്തുകളും ചെടികളുമായി കൃഷിയിൽ പരിശീലനം നേടിയ ടീച്ചേഴ്സും മറ്റു പ്രവർത്തകരും വന്ന് രജിസ്റ്റർ ചെയ്ത ഓരോ വീട്ടിലും അടുക്കളത്തോട്ടം നിർമ്മിച്ചു നൽകുന്നതാണ്. കൂടുതലായി ഞാൻ നീട്ടുന്നില്ല. എന്നിൽ അർപ്പിതമായ കർമ്മത്തിലേക്ക് ഞാൻ കടക്കുകയാണ്. ബഹുമാന്യനായ ഖത്തർ വെളിച്ചം വെളിയങ്കോടിൻ്റെ കർമ്മധീരനായ സെക്രട്ടറി, വെളിച്ചം വെളിയങ്കോട്ടെ ഘടകം ബഹുമാന്യനായ പ്രസിഡന്റ് സിദ്ദീസ് കാണക്കോട്ട് എന്നിവർക്ക് ഖത്തർ വെളിച്ചം വെളിയങ്കോടിൻ്റെ പേരിലും എൻ്റെ പേരിലും അകമഴിഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു. ജൈവസ്പർശം 2015 ഉദ്ഘാടന കർമ്മം നിർവഹിച്ച ബഹുമാന്യനായ നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് KK ബീരാൻകുട്ടി സാഹിബിനും ഇവിടെ
നല്ലൊരു പഠന ക്ലാസ് നടത്തിയ ചന്ദ്രമാഷ് അവർക്കും നമുക്ക് വേണ്ട നിർദ്ദേശങ്ങളും സഹകരണവും നൽകി ഞങ്ങളോട് സഹകരിച്ച ബാഹ്യ ഫായിസിനും ഫായിസ് സാഹിബിനും പിന്നെ ഇവിടെ അവാർഡ് നൽകി സ്വീകരിച്ച കർഷകരെല്ലാവർക്കും എൻ്റെ പേരിലും ഖത്തർ വെളിച്ചം വെളിയങ്കോടിൻ്റെ പേരിലും അകമഴിഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു. പിന്നെ ഞങ്ങളോട് സഹകരിച്ചു കൊണ്ടിരിക്കുന്ന മറ്റെല്ലാവർക്കും ഖത്തർ വെളിച്ചം വെളിയങ്കോടിൻ്റെ പേരിലും എൻ്റെ പേരിലും ഞാൻ അകമഴിഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു. ഞങ്ങൾക്ക് വേണ്ടുന്ന ശബ്ദവും വെളിച്ചവും തന്ന് ഞങ്ങളോട് സഹകരിച്ചു കൊണ്ടിരിക്കുന്ന ഫസീല സൗണ്ട് പ്രവർത്തകർക്കും ഞങ്ങൾ അകമഴിഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു. ഞങ്ങൾക്ക് ഈ ജൈവകൃഷി ഇവിടെ നടത്തുവാൻ വേണ്ടി സ്ഥലവും വേദിയും തന്ന് ഞങ്ങളോട് സഹകരിച്ചു കൊണ്ടിരിക്കുന്ന താവളക്കൽ ന്യൂ LP സ്കൂൾ PTA ഭാരവാഹികൾക്കും ഞങ്ങൾ അകമഴിഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു. നന്ദി. ജയ് ഹിന്ദ്.